ചെറുപ്പകാലത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് അതിലൊക്കെ എത്രയോ വ്യത്യസ്തമായി കാര്യങ്ങൾ മാറി എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ഞാനൊരു 6ലും 7ലും 8ലുമൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ കുടുംബം മലബാറിലേക്ക് കുടിയേറിയ കാലഘട്ടമാണ്. തലശ്ശേരി രൂപതയിലുള്ള മാലോ എന്ന് പറയുന്ന ഇടവക. വികസനം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു സ്ഥലമാണത്. ഇന്ന് ആ ഇടവക 8ഓ 10ഓ ചെറിയ ചെറിയ ഇടവകളായിട്ട് വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു. എങ്കിലും ആളുകൾക്ക് ഒരുപാട് ദൂരത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത് പള്ളിയിലേക്ക് വരാനായിട്ട്. അന്ന് ഞങ്ങളൊക്കെ എൻ്റെ പിതാവ് കൈക്കാരനായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഒരാഴ്ച മുമ്പ് തന്നെ ക്രിസ്മസ് കരോൾ ആരംഭിക്കുകയാണ്. അധികം വലിയ പാട്ടും ചെണ്ടമേളമൊന്നുമില്ല. ഞങ്ങളൊരു 5-8 പേര് കാണും. ടോർച്ചും അതുപോലെ പെട്രോമാക്സും ഒക്കെ ആയിട്ടാണ് വെളിച്ചത്തിനായിട്ട് കൊണ്ടുപോവുക. പള്ളിയിൽ നിന്ന് ഏതാണ്ട് 6, 7, 8 കിലോമീറ്ററൊക്കെ ദൂരം വീടുകൾ കയറി ഇറങ്ങിയിട്ടാണ് ഈ കരോൾ നടത്തിയിരുന്നത്. വീടുകൾ കയറുമ്പോൾ ഒരു വീടും ഒഴിവാക്കാറില്ല. അവിടെയുള്ള ആദിവാസി കുടുംബങ്ങളും ഹൈന്ദവ കുടുംബങ്ങളും ഒക്കെ ഞങ്ങളുടെ ആ വരവ് പ്രതീക്ഷിച്ചവരിയ്ക്കും. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങളെ സ്വീകരിക്കും. ചിലപ്പോഴൊക്കെ കാപ്പി തരും, ചെറിയൊരു സംഖ്യ സംഭാവനയായിട്ട് തരും. അതെല്ലാം വലിയ അനുഭവങ്ങളാണ്. സന്ധ്യയ്ക്ക് തുടങ്ങുന്ന കരോള് പുലർച്ചെയാണ് അവസാനിക്കുന്നത്. പുലർച്ചെ വന്ന് ഞങ്ങൾ കിടന്നുറങ്ങും, പിറ്റേ ദിവസം വീണ്ടും പോകും. അങ്ങനെയാണ് കരോള് നടത്തിയിരുന്നത്. ആ ഓർമ്മകൾ ഇന്നും മനസ്സിലിങ്ങനെ പച്ചകിടാതെ നിൽപ്പുണ്ട്. ഇന്ന് ആരും അങ്ങനെ പോകാനായിട്ട് തയ്യാറല്ല. കാരണം മറ്റൊന്നുമല്ല, ആളുകൾക്ക് താല്പര്യമില്ല. എല്ലാവർക്കും ഉറങ്ങാനൊക്കെയാണ് താല്പര്യം. മാത്രമല്ല അവർക്ക് മറ്റ് വേദികളിങ്ങനെ രാത്രിയിലൊക്കെ ചിലവഴിക്കാനുള്ളത് കൊണ്ട് ഇതിനങ്ങനെ താല്പര്യമില്ല. രണ്ടാമതൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ വീടിൽ നിന്ന് ഏതാണ്ടൊരു 4 കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പള്ളിയിലേക്ക്. അവിടെ നിന്നൊരു 4 കിലോമീറ്റർ പുറകോട്ട്, 4 അത് കൂടുതൽ കാണുമായിരിക്കും, മലയുടെയൊക്കെ മുകളിൽ വീടുള്ള 1-2 വീട്ടുകാരുണ്ട്, കുടുംബക്കാർ. അവർ രാത്രിയിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട്, ഈ പിറവിയുടെ കർമ്മങ്ങൾക്ക് പോകാനായിട്ട് രാത്രിയിൽ വന്നാൽ എത്തുകയില്ല. അതുകൊണ്ട് അവർ തലേദിവസം പകൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുകയും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയും പിന്നീട് ഞങ്ങൾ രാത്രിയാകുമ്പോൾ, ഒരു പാതിരാത്രിക്ക് തൊട്ടടുത്താകുമ്പോൾ പള്ളിയിലേക്ക് എല്ലാവരും കൂടി പോവുകയും തിരിച്ചു വന്ന് വീണ്ടും അവരുടെ കുടുംബങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. എത്ര ഉത്സാഹത്തോടു കൂടിയിട്ടാണ് അന്ന് പോയിരുന്നത്. അന്ന് ഇന്നത്തേതുപോലെയുള്ള ടാറിട്ട റോഡുകളില്ല, വാഹനങ്ങളില്ല, അല്ലെങ്കിൽ ടോർച്ചൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഈ ചൂട്ട് കത്തിച്ചിട്ട്, ഞങ്ങളുടെ നാട്ടിലന്ന് അധികം തെങ്ങൊന്നുമില്ല, പുല്ല് കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള വലിയ കറ്റകൾ പോലത്തെ ഉണ്ട്, അതെല്ലാം കത്തിച്ചാണ് ഞങ്ങൾ പോകുന്ന വഴിയിൽ സ്വാഭാവികമായിട്ടും ഈ വയലിൻ്റെ വരമ്പത്തു കൂടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള മരങ്ങൾക്കിടയിലും കാട്ടിനിടയിലെല്ലാം പോകുന്നത്. അതെല്ലാം വലിയൊരു അനുഭവമായിട്ട് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പള്ളിയിലെ ആ തിരുക്കർമ്മങ്ങളും അവിടെയുള്ള ഗാനങ്ങളും അവിടെയുള്ള ലൈറ്റ്, അന്ന് ലൈറ്റെന്ന് പറഞ്ഞാൽ ഈ പെട്രോമാക്സൊക്കെ ഉള്ളൂ. അതെല്ലാം ചെറുപ്പത്തിൻ്റെ അന്നത്തെ ആ ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നുകയാണ്. ഞങ്ങളെയെല്ലാം വലിയ രീതിയിൽ ആകർഷിച്ചിരുന്നതാണിത്. ക്രിസ്മസ് വരാനൊക്കെ നോക്കിയിരിക്കും. വലിയ ഭക്ഷണമൊന്നും നമുക്ക് ഒരുക്കാനുള്ള സൗകര്യമില്ല. ആകെപ്പാടെ ഉണ്ടാകുന്ന എന്താണ്, ഒരല്പം നല്ല കന്നുകാലി ഇറച്ചിയൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴിയിറച്ചിയൊക്കെ വാങ്ങിച്ച് നല്ലൊരു ഭക്ഷണം കഴിക്കും. അത്രയൊക്കെ ഉള്ളൂ അന്നത്തെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത്. അതോടനുബന്ധിച്ച് ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, അത് സെമിനാരി പഠിക്കുന്ന കാലത്താണ്. സെമിനാരിയിൽ ഫിലോസഫി പഠിക്കുന്ന കാലത്ത് ആലുവയിൽ ക്രിസ്മസ് അവധിക്ക് വീട്ടിൽ വന്നു. പാതിരാ കുർബാനയുണ്ട്, പിന്നീട് വെളുപ്പിന് 6 മണിക്കും പിന്നെ ഒരു കുർബാന കൂടിയുണ്ട്, 7നോ 8നോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പള്ളിയിൽ സ്ഥിരമായിട്ട് ഞാൻ പോകും. അവധിക്ക് വന്നാൽ പിന്നെ അച്ഛൻ്റെ അടുത്താണ് മിക്കവാറും ഒക്കെ. അങ്ങനെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ ചെന്നു, പുൽക്കൂട് കെട്ടാനും എല്ലാം സഹായിച്ചു. അന്ന് ഇന്നത്തെ പോലെ അച്ഛന് ഭക്ഷണം കൊടുക്കാനായിട്ട് മഠമില്ല, പൊതുവെ ആളുകൾ കൊടുക്കുന്ന ശീലവുമില്ല. അച്ഛനൊരു കുശിനിക്കാരനുണ്ട്, പാചകക്കാരൻ. എന്തോ കാരണം പ്രമാണിച്ച് അദ്ദേഹത്തിന് അന്ന് വീട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഈ പാതിരാ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, എടാ എൻ്റെ കുശിനിക്കാരൻ വീട്ടിൽ പോയി, ഇനി എന്നാ ചെയ്യുന്നത്, കുറച്ച് പച്ചക്കപ്പയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ ഈ ഇറച്ചി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്,
നീ അത് കറി വെക്കണം, പുഴുങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി രാവിലെ കഴിക്കാം, നീ രാവിലത്തെ കുർബാനയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാത്രി അവിടെ അച്ഛൻ കുർബാനയ്ക്ക് പോയപ്പോൾ അവിടെ ഇരുന്ന് ഈ കപ്പയെല്ലാം പൊളിച്ച് നുറുക്കി കഴുകി പുഴുങ്ങി, അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ നുറുക്കി കറി വെച്ചു. നിങ്ങൾ വിചാരിക്കും എനിക്ക് സെമിനാരി പഠിക്കുന്ന ആൾക്ക് കറി വെക്കാനൊക്കെ അറിയാമോ എന്ന്. കറി വെക്കാനൊക്കെ നന്നായിട്ടറിയാം. കാരണം മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ പഠനകാലത്ത് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പഠിച്ചപ്പോൾ ഒരുപാട് പാചകങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള പാചകങ്ങൾക്കൊന്നും വലിയ വിഷമമൊന്നുമില്ല. ഇന്നും അത്യാവശ്യമൊക്കെ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഓർക്കും, ഞാനിന്ന് വിശുദ്ധ കുർബാനയ്ക്കും ഈ പറയുന്ന തിരുക്കർമ്മങ്ങൾക്കും പോയില്ല. പകരം അച്ഛന് വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്യുമായിരുന്നു. ഞങ്ങൾ രാവിലെ ആദ്യത്തെ കുർബാനയ്ക്ക് ഞാൻ പോയി. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഭക്ഷണമെല്ലാം കാപ്പിയെല്ലാം കുടിച്ച് ഞാൻ പാത്രമെല്ലാം കഴുകി കലമൊക്കെ കഴുകി വെച്ച് മൂന്നാമത്തെ കുർബാനയും കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ സെമിനാരി വിദ്യാർത്ഥികൾക്കൊക്കെ അത് അത്ഭുതകരമായിട്ട് തോന്നാം. ഇന്നൊന്നും ആരും അങ്ങനെ ചെയ്യില്ല. ഒരുപക്ഷെ അതിൻ്റെ ആവശ്യവുമില്ലായിരിക്കാം, അല്ലെങ്കിൽ അച്ഛന്മാരാണെങ്കിലും അങ്ങനെയൊന്നും പറയാൻ ധൈര്യപ്പെടുകയുമില്ലായിരിക്കാം. അന്നത്തെ ആ ഒരു വലിയ സൗഹൃദവും കൂട്ടായ്മയും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യവുമെല്ലാം ഉണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടുമാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അവർ വലുതായി ഒരുപക്ഷെ സെമിനാരിയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് പിന്നീട് അച്ഛനായി കഴിയുമ്പോഴും ഒരു കാപ്പി ഉണ്ടാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് കാര്യങ്ങൾ. അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാം മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ആ ചെറുപ്പത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള അനുഭവങ്ങൾ, ഈ യാത്ര, അന്ന് കെട്ടിത്തൂക്കുന്ന നക്ഷത്രങ്ങൾ. അന്ന് ഇന്നത്തെ പോലെ കടയിലൊന്നും വാങ്ങിക്കാനില്ല, എല്ലാം സ്വയം ഉണ്ടാക്കുന്നേ ഉള്ളൂ. മുളയൊക്കെ പൊട്ടിച്ച് അത് നക്ഷത്ര രൂപത്തിലാക്കി അതിൻ്റെ പുറത്ത് ഈ പറയുന്ന വർണ്ണക്കടലാസുകളൊക്കെ ഒട്ടിച്ച് ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങൾ, അതിൻ്റെ അകത്ത് കത്തിച്ച് വെക്കുന്ന ചെറിയൊരു തിരി, ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇന്നും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴത് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തും. അങ്ങനെ ആ ക്രിസ്മസ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുറേ കാലത്തേന് ഇതിൻ്റെ ഓർമ്മകളാണ് തങ്ങി നിൽക്കുന്നത്. പിന്നീട് ഈസ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വേറൊരു മൂഡാണ് നമ്മളിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ക്രിസ്മസിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ പലപ്പോഴും ആളുകൾക്ക് രാത്രിയിൽ പാതിരായ്ക്കൊക്കെ പോകാൻ മടിയാണ്. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പൊതുവെ ഉറങ്ങാൻ താല്പര്യം, ആളുകളൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരാണ്. അവർക്ക് അതുകൊണ്ട് അല്പം രാത്രി കിടന്നുറങ്ങുക എന്നുള്ള താല്പര്യമുള്ള വിഷയമാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ രാത്രിയിൽ പോയി അതൊന്നും കാണുന്ന ഒരു താല്പര്യമില്ല. കാരണം അവർക്കല്ലാതെ തന്നെ മറ്റൊരുപാട് വിനോദ ഉപാധികളുണ്ട്. അവരെ ഇതൊന്നും അത്ഭുതപ്പെടുത്തുന്നില്ല. ഞങ്ങൾക്ക് പലതും അത്ഭുതമായിരുന്നു. അന്ന് സിനിമ കാണുന്നത് അത്ഭുതമായിരുന്നു, എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. ഇന്ന് നമുക്കറിയാം അതിൻ്റെ ടെക്നോളജി എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അതൊന്നും ഒരു അത്ഭുതമേ അല്ല. അപ്പോൾ ഈ ക്രിസ്മസ് സ്വാഭാവികമായിട്ടും നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരു അത്ഭുതമുണ്ട്. ഈ ശിശുവായി ജനിച്ച ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അത്ഭുതം. ഇന്നങ്ങനെയുള്ള യാതൊരു ചിന്തയുമുണ്ടെന്ന് വിചാരിക്കുന്നില്ല, പറഞ്ഞാരും വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും എനിക്ക് തോന്നുന്നൊരു ശിശു മനസ്സുണ്ടെങ്കിൽ ഇതിനൊക്കെ ആസ്വദിക്കാനായിട്ട് കഴിയുകയുള്ളൂ, അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് കർത്താവ് പറഞ്ഞതുപോലെ ശിശുക്കൾക്കാണ് സ്വർഗരാജ്യം അനുഭവിക്കാനായിട്ട് കഴിയുക. ആ ശിശു സഹജമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ഈ ക്രിസ്മസിനെ സമീപിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും.